നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകളാണ്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ പ്രസിദ്ധമായ വരികളാണിവ. വർഷം 1992. നാട്ടിൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന നജീബ് എന്ന ചെറുപ്പക്കാരൻ തൊഴിൽ വിസയിൽ സൗദി അറേബ്യയിലെത്തുന്നു. എന്നാൽ ധാരാളം സ്വപ്നങ്ങളുമായി സൗദിയിലെത്തിയ അദ്ദേഹം വഞ്ചിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഈ വഞ്ചന ഒരു അതിജീവനത്തിന്റെ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. മരുഭൂമിയിലെ ഒരു ആട് വളർത്തൽ കേന്ദ്രത്തിൽ 2 വർഷത്തിലേറെ ദാരുണ സാഹചര്യത്തിൽ അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് ആടുജീവിതം. 2008 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന നോവൽ 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും മികച്ച മലയാള നോവലിനുള്ള പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പട്ടണത്തിനടുത്തുള്ള ആറാട്ടുപുഴ എന്ന ഗ്രാമത്തിൽ നിന്നുള്ള വ്യക്തിയാണ് നജീബ്. 1992 സൗദി അറേബ്യയിലേക്ക് തൊഴിലിനായി കുടിയേറാൻ അവസരം ലഭിക്കുന്നതുവരെ നദിയിൽ നിന്ന് മണൽ ഖനനം നടത്തി വരികയായിരുന്നു അദ്ദേഹം. തനിക്കും തന്റെ കുടുംബത്തിനും മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട നജീബ് തന്റെ 8 മാസം ഗർഭിണിയായ ഭാര്യയെ നാട്ടിൽ നിർത്തി സൗദിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അതിനായി തന്റെ പക്കലുണ്ടായിരുന്ന 5 സെന്റ് ഭൂമി വിൽക്കുകയും തൊഴിൽ വിസയ്ക്കുള്ള പണം ഏർപ്പാടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1992 ഏപ്രിൽ 4 നജീബ് സൗദി അറേബ്യയിലെ റിയാദിലെത്തുന്നു. റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ റിക്രൂട്ട് ചെയ്യുന്നവരെ കാത്തുനിന്ന നജീബ് തന്റെ തൊഴിലുടമയെന്ന വ്യാജേന അറബിയുടെ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായി. നിഷ്കളങ്കനും അന്തർദേശീയ യാത്രകളോ അറബികളുമായോ പരിചിതമില്ലാത്ത നജീബ് അറബിയുടെ വഞ്ചനയിൽ കുടുങ്ങി മരുഭൂമിയിലെ ആട് ഫാമിൽ തടവിലാക്കപ്പെട്ടു. അവിടെ അടിമത്തത്തിലേക്ക് നിർബന്ധിതനായി. 100 കണക്കിന് ആടുകളെ മേയ്ക്കാനുള്ള ചുമതല നജീബ് ഏറ്റെടുക്കുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള നരകതുല്യമായ ജീവിതമായിരുന്നു നജീബിന്. വർഷങ്ങളോളം തുറസായ സ്ഥലത്ത് ഉറങ്ങി കുളിക്കാനുള്ള സൗകര്യമില്ലാതെ കുബൂസ് മാത്രം കഴിച്ച് ചെറിയ പിഴവുകൾക്ക് പോലും അടിക്കടിയുള്ള ആക്രമണങ്ങൾ നേരിട്ട നജീബ് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ സങ്കല്പിക്കാനാവാത്തതാണ്. ഈ ദുരിതങ്ങൾക്കിടയിലും ഗർഭിണിയായ തന്റെ ഭാര്യയെക്കുറിച്ചും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുമായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്കകൾ. ഒറ്റപ്പെടലോളം ദുസ്സഹമായ ജീവിതാവസ്ഥ വേറെയില്ല. ഒരു പച്ച പുൽനാമ്പ് പോലും കിളിർക്കാത്ത മരുഭൂമിയിൽ ഒരു കവിൾ പോലും സംസാരിക്കാൻ ആരുമില്ലാതെ വീർപ്പുമുട്ടുന്ന മനുഷ്യജീവിതത്തെക്കാൾ ദുരന്തം മറ്റെന്തുണ്ട്? എത്ര ദുരിതച്ചാലുകൾ നീന്തി കടക്കേണ്ടി വന്നാലും ഒന്ന് സംസാരിക്കാൻ, ഒന്നിടപെടാൻ, ഒരു സ്നേഹസ്പർശമേകാൻ മറ്റൊരാൾ കൂടെയുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ മനുഷ്യന് കഴിയും. മനുഷ്യ ചേഷ്ടകളെയും പ്രതികരണങ്ങളെയും ആടുകളിലേക്ക് ഭാഷാന്തരം ചെയ്താണ് ഏകാന്തതയുടെ നെരിപ്പോടുകളെ നജീബ് അതിജീവിച്ചത്. 1995 ഒരു രാത്രിയിൽ തന്റെ മുതലാളി ഫാമിൽ അകലെയായിരുന്നപ്പോൾ വർഷങ്ങളോളം നീണ്ട പീഡനങ്ങൾ സഹിച്ച് ഒടുവിൽ നജീബ് ഓടിപ്പോവുകയായിരുന്നു. 1.5 ദിവസം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ നജീബ് അവസാനം ഒരു റോഡിലെത്തുന്നു. അവിടെ മറ്റൊരു അറബിയുടെ കാറിൽ റിയാദിലെത്തിയ നജീബ് അധികാരികളുടെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് ഒരു സൗജന്യ ഔട്ട്പാസിന് അപേക്ഷിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തുകയും ചെയ്യുന്നു. വിൽപ്പനയിൽ റെക്കോർഡിട്ട ബെന്യാമിന്റെ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ആടുജീവിതം. ബ്ലസ്സി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജാണ്.